നമസ്കാരം. താനെയിലെ പ്രമുഖ ഒരു റിസോർട്ടിൽ വെച്ച് സ്ഥലമുടമയുടെ ക്രൂരമായ മർദ്ദനത്തിനിരയായി ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഇതോടെ ഈ ഒരു സംഭവം കൊലപാതക കേസായി മാറുകയും ചെയ്തു. കൊട്ടിയം അനീഷ സദനത്തിൽ നെപ്പോളിയന്റെ മകൻ റോജർ ആംഗസ് ആണ് ദിവസങ്ങളോളം ജീവനു വേണ്ടി പോരാടിയ ശേഷം കൊട്ടിയം ഹോളി ക്രോസ് ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടത്. മർദ്ദനം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഒടുവിൽ യുവാവിന്റെ ജീവൻ പൊലിഞ്ഞിട്ടും പ്രതിയായ ജോൺ യോഹന്നാനെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് ഒളിച്ചു കളിക്കുകയാണെന്നാണ് നാട്ടുകാരും ബന്ധുക്കളും ആരോപിക്കുന്നത്. പ്രതിയുടെ പണക്കൊഴുപ്പിലും സ്വാധീനത്തിലും പോലീസ് നിയമവ്യവസ്ഥയെ പോലും കാറ്റിൽ പറത്തുകയാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തരമായി ഇടപെട്ട് കേസ് അന്വേഷണം വേഗത്തിലാക്കണമെന്നും പ്രതിയെ ഉടനടി അഴിക്കുള്ളിലാക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. ഓഗസ്റ്റ് 7-നായിരുന്നു ആ നാടിനെ ആകെ ഉലച്ച ദാരുണമായ സംഭവമുണ്ടായത്. ഇരവിപുരത്തിനടുത്തുള്ള താന്നി സാബൂസ് റിസോർട്ടിൽ ഇൻചാർജായി ജോലിയിൽ കയറി വെറും 2 മാസം മാത്രമായപ്പോഴാണ് റോജറിന് ഈ ദാരുണാവസ്ഥ നേരിടേണ്ടി വന്നത്. സാബു, യദു എന്നിവർ ലീസിനെടുത്തു നടത്തുന്ന റിസോർട്ടിന്റെ സ്ഥലമുടമയായ ജോൺ യോഹന്നാൻ കഴിഞ്ഞ ദിവസം കുടുംബസമേതം ഇവിടെ എത്തിയിരുന്നു. മദ്യലഹരിയിലായിരുന്ന ജോൺ യോഹന്നാൻ റോജറിനെയും കൂട്ടി റിസോർട്ടിന്റെ ലേക്ക് വ്യൂ ഭാഗത്തേക്ക് പോയി. അവിടെ ചില ഭാഗങ്ങളിൽ കരിയില കിടക്കുന്നത് കണ്ട് ക്ഷുഭിതനായ ജോൺ യോഹന്നാനോട് റോജർ മറുപടി പറഞ്ഞതാണ് പ്രതിയെ ചൊടിപ്പിച്ചത്. പ്രകോപിതനായ അയാൾ ചാടി വീണ് റോജറിന്റെ മുഖമടച്ച് അടിക്കുകയായിരുന്നു. എതിർക്കാൻ ശ്രമിച്ചതോടെ പ്രകോപനം ഇരട്ടിയായി. റോജറിനെ ഭിത്തിയിൽ തലയിടിപ്പിക്കുകയും ക്രൂരമായി മുഖത്ത് തുടരെ അടിക്കുകയും ചെയ്തു. ക്രൂരമായ മർദ്ദനത്തിനൊടുവിൽ റോജർ ബോധരഹിതനായി താഴെ വീണു. ശബ്ദം കേട്ടെത്തിയ മറ്റുള്ളവരാണ് റോജറിനെ റിസോർട്ടിലേക്ക് എടുത്തുകൊണ്ടുപോയി പ്രാഥമിക ശുശ്രൂഷ നൽകിയത്. മർദ്ദനമേറ്റതിനെ തുടർന്ന് കടുത്ത അസ്വസ്ഥത അനുഭവപ്പെട്ട റോജർ തുടർന്നുള്ള ദിവസങ്ങളിൽ ക്ലിനിക്കിൽ ചികിത്സ തേടിയെങ്കിലും ഓഗസ്റ്റ് 14 ആരോഗ്യനില വഷളായി. തുടർന്ന് കൊട്ടിയം ഹോളി ക്രോസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് തലയ്ക്കുള്ളിൽ ഗുരുതരമായ ആന്തരിക രക്തസ്രാവം കണ്ടെത്തിയത്. റോജർ വിവരങ്ങൾ അറിയിച്ചതിനെ തുടർന്ന് ആശുപത്രി അധികൃതർ പോലീസിനെ വിവരമറിയിക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയ തൊട്ടടുത്ത ദിവസം റോജറിനെ വീണ്ടും അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു. ആന്തരിക രക്തസ്രാവം അതീവ ഗുരുതരമായതിനെ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയെങ്കിലും കോമയിലായ റോജർ വെന്റിലേറ്റർ സഹായത്തോടെ ചികിത്സയിൽ കഴിയവെയാണ് ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയത്. ഒരു കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന റോജറിന്റെ വേർപാടോടെ ഭാര്യ ജോസിയും 10ഉം 7ഉം വയസ്സുള്ള 2 പിഞ്ചു കുഞ്ഞുങ്ങളും അമ്മ ലീലയും പൂർണ്ണമായും അനാഥരായിരിക്കുകയാണ്. റോജറിന്റെ മരണം കൊലപാതകമായി മാറിയിട്ടും പ്രതിയായ ജോൺ യോഹന്നാനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് മടിക്കുന്നത് ജനരോക്ഷം വാനോളം ഉയർത്തിയിട്ടുണ്ട്. സമ്പന്നർക്ക് ഒരു നിയമവും സാധാരണക്കാർക്ക് മറ്റൊരു നിയമവുമാണോ ഇവിടെ നിലനിൽക്കുന്നത് എന്ന് നാട്ടുകാർ ചോദിക്കുന്നു. പണത്തിന്റെയും അധികാരത്തിന്റെയും ബലത്തിൽ പ്രതിയെ സംരക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്നും വിഷയം നേരിട്ട് വിലയിരുത്തി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എത്രയും വേഗം റോജറിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം.